ക്രൗൺ കമ്പ്യൂട്ടറിന് മൻസൂറാണ്. പലരും വിളിച്ചാൽ പറയാറുള്ള ഒരു കാര്യം, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, നിങ്ങൾ വേണം ചൂസ് ചെയ്ത് തരാൻ. ദയവ് ചെയ്തത് നിങ്ങൾ ആരോടും പറയരുത്. യൂസർ ലാപ്ടോപ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി മിനിമം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങളൊരു കടയിലേക്ക് എൻ്റർ ചെയ്യാവുന്നത്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ ചോരാം, ഹാക്ക് ചെയ്യപ്പെടാം. ലാപ്ടോപ്പ് എന്ന് പറയുന്നത് മൊബൈൽ ഡിവൈസ് പോലെ നമ്മൾ ഒരുപാട് നേരം ശ്രദ്ധ അതിന്റെ മുകളിൽ ചെലുത്തുന്ന ഒരു സാധനമല്ല. ലാപ്ടോപ്പ് നമ്മൾ ചിലപ്പോൾ ഓണാക്കി വെച്ച് പോകും, പിന്നെ നമ്മൾ പിന്നീട് ഇപ്പം കാണുന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഹാക്കർമാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന വഴി ലാപ്ടോപ്പാണ്. നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും, എന്നാൽ നമ്മളെ ശ്രദ്ധ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഹാക്കർമാർ പെട്ടെന്ന് എന്തെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ ശ്രദ്ധ അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ അവർക്ക് എന്താണ് എളുപ്പമാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് തന്നെ യൂസർ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. യൂസർ ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് നമ്മൾ സമയമില്ലാത്ത ആൾക്കാരല്ലോ, അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ലാപ്ടോപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും ഹാക്കിംഗ് ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ യൂസർ ലാപ്ടോപ്പ് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നേരെ കടയിലേക്ക് പോവുക, അവിടുന്ന് അവരെ കൊണ്ട് ഫുള്ളി ഫോർമാറ്റ് ചെയ്യിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ അകത്ത് മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻസ്റ്റാളേഷൻ ഡേറ്റ് ഉണ്ടാവും, അത് നിയർ ബൈ ആകും നോക്കുക. അതിൻ്റെ തൊട്ട് മുകളിൽ അതിൻ്റെ വേർഷൻ ഉണ്ടാവും, 24H2 24H3 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് രണ്ടും കൺഫേം ചെയ്ത് വാങ്ങുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചില ആൾക്കാർ വിളിച്ചാൽ പറയും എനിക്ക് ലാപ്ടോപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്ത് തരണം. അങ്ങനെ പറയരുത്, നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ സ്റ്റഡി ചെയ്യുക. ഇപ്പോൾ കുറേ മോഡൽ യൂസർ ലാപ്ടോപ്പ് അടിച്ചാൽ തന്നെ ഒരുപാട് മോഡൽ വരുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള മോഡൽ എന്ന് വെച്ചാൽ ഒക്കെ ചൂസ് ചെയ്തതിന് ശേഷം മാത്രം കടക്കാരടുത്തേക്ക് പോവുക. എന്നിട്ട് അവരോട് പോയിട്ട് കറക്റ്റ് ബ്രാൻഡ്, ഇന്ന മോഡൽ, ഇന്ന ജനറേഷൻ, അതിൽ ഇന്ന പ്രോസസ്സർ, അല്ലെങ്കിൽ ആ പ്രോസസ്സർ ഇന്ന ജനറേഷൻ, എത്ര GB റാം വേണം, എത്ര GB സ്റ്റോറേജ് വേണം, അതിൽ SSD എന്താണ്, ഹാർഡ് ഡിസ്ക് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്ത് നിങ്ങൾ കടയിലേക്ക് പോവുക. അങ്ങനെ പോയാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടക്കാരൻ, സെല്ലർ, അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇയാൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല ആളാണ്, അപ്പോൾ അതിൻ്റെ വിലയെക്കുറിച്ചും അയാൾക്ക് കുറച്ച് ഐഡിയ ഉണ്ടാകുന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് വിലയും കുറച്ച് കിട്ടും, മാത്രമല്ല നിങ്ങൾ കുറച്ചും കൂടി സേഫ് ആവും ചെയ്യും. നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ നമ്മൾ പരിചയമുള്ള ആളടുത്ത് മാത്രമാണ്. ഇതൊരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ അടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് പരിചയമുള്ള ആൾക്കാർന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെന്താക്കും, മാറ്റി നമുക്ക് വേറൊന്ന് തരും. അതുകൊണ്ട് പരിചയമുള്ള ആളെന്ന് വാങ്ങുക. ഓൺലൈൻ വഴി അപ്പോഴും വാങ്ങരുത്. ഓൺലൈൻ വഴി വാങ്ങിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾക്ക് ആ സാധനം അവിടെ തിരിച്ചെത്തിക്കാനും പണിയാണ്. അതുകൂടാതെ തന്നെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഹമാര കാം നെയ്യേ ബൈ എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങൾ എന്താക്കും, ആട്ടി ഓടിക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല.